എല്ലാവർക്കും ഡ്രാമ റിവ്യൂയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നൊരു ചൈനീസ് ഡ്രാമയുടെ റിവ്യൂ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇവനും ഈ പെൺകുട്ടിയും ഈ ഒരു ഫോറസ്റ്റിൽ എന്തോ ഒരു കാര്യം അന്വേഷിച്ച് വന്നതായിരുന്നു. ആ സമയത്ത് അവർ ഫോറസ്റ്റിൽ തന്നെ ട്രാപ്പായി പോകുന്നുണ്ട്. അവിടെ നിന്ന് പുറത്ത് വരാൻ വേണ്ടിയിട്ട് അവൻ്റെ ഫ്രണ്ട്സിനെ അവർ ഫോൺ വഴി കോണ്ടാക്ട് ചെയ്യുകയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കെ ഒരു പോയിസണസ് ആയിട്ടുള്ളൊരു സ്പൈഡർ അവനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ആ പോയിസൺ അവൻ്റെ ബോഡിയിൽ ഫുള്ള് സ്പ്രെഡാവാൻ തുടങ്ങുകയാണ്. അങ്ങനെ അവൻ്റെ ശരീരം പെട്ടെന്ന് തന്നെ കുഴങ്ങി തുടങ്ങി. അവൻ തല ഇറങ്ങി വീഴുന്നുണ്ട്. അവൻ്റെ ബോഡി വല്ലാതെ വീക്കാവുകയും അവന് ബ്രീത്ത് എടുക്കാൻ പറ്റാതെയും ഒക്കെ വരികയാണ്. അവൻ്റെ മുഖം മൊത്തം പോയിസൺ സ്പ്രെഡായിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. അവൻ്റെ കൂടെ ഉള്ള പെൺകുട്ടി ഒരുപാട് പാനിക് ആവുന്നുണ്ട്. അവൾ ഒരുപാട് കരയും നിലവിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊരു കാടായതുകൊണ്ട് തന്നെ അവരെ ഹെൽപ്പ് ചെയ്യാൻ ആ ടൈമിൽ ആരും ഇല്ലായിരുന്നു. ഇവൾ ആ ഫോണിലൂടെ തന്നെ അവരുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ഇവൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഫ്രണ്ട്സ് ഓരോ നിർദ്ദേശം ചെയ്യുന്നുണ്ട്. ആ കടിച്ച ഭാഗത്തായിട്ട് ഒരു കയറിട്ട് കെട്ടാനൊക്കെ പറയുന്നുണ്ട്. അവൾ അതുപോലെ ചെയ്യാണ്. എന്നിട്ട് എങ്ങനെയെങ്കിലും അവനെ റോഡ് സൈഡിലോട്ട് എത്തിക്കണം. അവിടേക്ക് ആംബുലൻസ് വരും. അവർ ആംബുലൻസിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ അവന് ബോധമില്ലാത്തതുകൊണ്ട് തന്നെ നടക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവൾ അവനെ എടുത്തുകൊണ്ട് റോഡ് സൈഡിലോട്ട് നടക്കാൻ വേണ്ടി തീരുമാനിക്കുന്നുണ്ട്. പക്ഷേ അവന് നല്ല വെയിറ്റ് ഉള്ളത് കൊണ്ട് അവൾക്ക് അങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല. എന്നാലും അവൾ അവളുടെ ഫുള്ള് സ്ട്രെങ്ത് യൂസ് ചെയ്ത് അവനെ റോഡിലോട്ട് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഒരു ഘട്ടം എത്തപ്പോഴത്തേക്കും അവളെ ശരീരം കുഴഞ്ഞു പോവുകയും അവൾ ബാലൻസ് തെറ്റി തറയിൽ വീഴുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഇവൾ പലതവണ അപകടത്തിൽപ്പെടുമ്പോൾ ഇവൻ അവളെ രക്ഷിക്കാൻ വന്ന സീനൊക്കെ അവൾ ഓർക്കുന്നുണ്ട്. അങ്ങനെ അവൾക്ക് വീണ്ടും ധൈര്യം വരികയും ആ ധൈര്യം ഉപയോഗിച്ച് അവനെ എടുത്തുകൊണ്ട് തന്നെ അവൾ റോഡിലോട്ട് പോവുകയാണ്. അങ്ങനെ ഒരു വിധത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ അവനെ അവൾ റോഡിലേക്ക് എത്തിക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ അവിടെ ആംബുലൻസ് വരുന്നുണ്ട്. ആംബുലൻസ് വരുന്നത് വരെ അവൾ അവനെ കെട്ടിപ്പിടിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു കരഞ്ഞുകൊണ്ട്. പെട്ടെന്ന് തന്നെ ആംബുലൻസ് വന്ന് അവനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ്. ഹോസ്പിറ്റലിലെത്തി അവന് വേണ്ടി ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡോക്ടർ പറയാണ് അവൻ്റെ ശരീരത്തിൽ സ്പ്രെഡായ പോയിസൺ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിറം ആവശ്യമാണ്, അത് ഉടനെ എത്തിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഹോസ്പിറ്റലിൽ അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ അവന് പരിചയമുള്ള ആൾക്കാർ വഴി അവൾ ആ സിറം അവിടെ എത്തിക്കുന്നുണ്ട്. അങ്ങനെ അവൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. ഒരുവിധം എല്ലാ തടസ്സങ്ങളും തരണം ചെയ്ത് അവൻ്റെ ഹെൽത്ത് ഓക്കെ ആയി വരികയാണ്. അങ്ങനെ അവൻ കണ്ണൊക്കെ തുറക്കുന്നുണ്ട്. കണ്ണ് തുറക്കുമ്പോൾ ആദ്യം അവൻ നോക്കുന്നതും അവളാണ്. ഇവൻ കണ്ണ് തുറക്കുന്നതും അവൾ ഒരുപാട് ഹാപ്പി ആയിട്ട് അവനെ കെട്ടിപ്പിടിക്കുകയും ഒക്കെ കരയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവൻ്റെ അടുത്ത് ഇത്രത്തോളം സ്നേഹവും ഇഷ്ടമൊക്കെ അവൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് അവൻ ഈ ഒരു അപകടം വരുന്ന സമയത്താണ് മനസ്സിലാക്കുന്നത്. പെട്ടെന്ന് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ ഉണ്ടായ ഒരു ആക്സിഡൻ്റ് ആയിരുന്നെങ്കിൽ പോലും അവൾ വളരെയധികം ധൈര്യത്തോടു കൂടി തന്നെ ഇടപെടുകയും അവൻ്റെ ജീവൻ രക്ഷിക്കുകയും ചെയ്തു. അവർക്കിടയിലുള്ള ആ ഒരു സ്നേഹം കാരണമാണ് അവൾക്ക് ആ ധൈര്യം കിട്ടിയതും അവൾ ആ ഒരു നിർദ്ദേശം അവരെ ഫ്രണ്ട്സ് കൊടുത്ത നിർദ്ദേശം കൃത്യമായി ഫോളോ ചെയ്ത് അവനെ ആംബുലൻസിൻ്റെ അടുത്തേക്ക് എത്തിക്കുകയും അവൻ്റെ ലൈഫ് സേവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരു പക്ഷേ അവന് മരണം വരെ സംഭവിക്കുമായിരുന്നു. അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു പോയിസണാണ് അവൻ്റെ ശരീരത്തിനുള്ളിൽ കയറിയത്. കൃത്യസമയത്തുള്ള അവളെ ഇടപെടൽ കാരണം അവൻ്റെ ജീവൻ രക്ഷിക്കാൻ പറ്റി. ഈ വീഡിയോയിൽ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ട്, എല്ലാവരും ക്ഷമിക്കുക. അടുത്തൊരു ലോങ് വീഡിയോ റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക്